പന്നിയെ കണ്ടിട്ടുള്ള ഒരു കൈവക്കില്ലേ പ്ലേറ്റിലല്ലാതെ? ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അതെവിടെയാ കിടക്കുന്നത്? ചളിക്കാത്ത. നമ്മൾ ഏതാണ്ട് അതുപോലെ കിടക്കുന്നത്. എന്താ കാരണം? നമ്മുടെ ജീവിതം അങ്ങനെയാക്കി നമ്മൾ ചളിക്കുണ്ടി പെട്ട പോലെ. അത് പറയാറുണ്ട്, ഈ ഭഗവാൻ വരാഹരൂപം എടുത്തപ്പോൾ ലക്ഷ്മി ഭൂമി ദേവി വരാഹിയായിട്ട് വന്നതാണ്. അപ്പൊ കുറേ കാലമായിട്ടും ഭഗവാനെ വൈകുണ്ഠത്തിലേക്ക് കാണുന്നില്ല. അപ്പൊ ലക്ഷ്മി ദേവി ഇങ്ങനെ കാത്തിരിക്കുക, തൻ്റെ ഭർത്താവ് എപ്പോഴാവുന്നു വരിക. അങ്ങനെ കാത്തിരിക്കുന്ന അവസരത്തിലാണ് നാരദമുനി അവിടെ കടന്നു വരുന്നത്. അപ്പൊ നാരദനോട് സങ്കടം പറയും. നാരദ, പക്ഷേ അദ്ദേഹം പോയിട്ട് കുറേ ആയി, നമുക്കാണെ കെട്ടിയ പോയിട്ട് വന്നില്ലേലും എപ്പോഴേലും ഇനി വരും എന്ന് പറഞ്ഞ് നമ്മളിരിക്കും അല്ലേ? ലക്ഷ്മി ദേവി അങ്ങനെ കണ്ടില്ലേ, വലിയ സങ്കട. കാരണം കാലൊക്കെ തിരുമ്മിക്കൊടുത്ത് തൻ്റെ ആ ജീവിതം എന്താ പറയുക ധാർമ്മികമായിട്ട് ജീവിച്ചു തീർക്കുന്നവളാണ് ആര്? ലക്ഷ്മി ദേവി. അപ്പൊ അതുകൊണ്ട് ആ ലക്ഷ്മി ദേവി അങ്ങനെ കാത്തിരിക്കുക. അപ്പൊ നാരദർശികൾ പറഞ്ഞ് കുറേ കാലമായി കണ്ടിട്ട് ഒന്ന് പോയതാ ഇവിടുന്ന്. പുള്ളി ഇടയ്ക്കൊന്നും മുങ്ങും, ഇടയ്ക്കൊന്നും വരും. ഇങ്ങനെയാണ് സ്വഭാവം. എവിടാ പോകുന്നതെന്നും കൃത്യമായിട്ടൊരു ഇതൊന്നും ഇല്ല. അതുകൊണ്ട് എവിടെയാണ് ഒന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞു. അപ്പം നാരദർശി ഇങ്ങനെ ത്രൈലോക്യ സഞ്ചാരിയല്ലേ, അങ്ങനെ കറങ്ങി ചെന്നപ്പോഴാണ് ആരുടെ കൂടെ ഇരിക്കുന്നു? ഭൂമിദേവിയുടെ കൂടെ. നോക്കിയപ്പോൾ ഭൂമിദേവിയും ഒരു പെൺപന്തിയുടെ രൂപത്തിൽ രണ്ടുപേരോട് ഒരു 10,000-15,000 പിള്ളേരും ഉണ്ട്. എല്ലാം കൂടി ചളിക്കണ്ടി കിടന്ന് ഇങ്ങനെ കളിക്കണം. അപ്പം നാരായണയോട് പറഞ്ഞു, ഭഗവാനെ, അവിടെ ലക്ഷ്മി ദേവി എത്ര നാളായിട്ട് കാത്തിരിക്കുക, അങ്ങനെ ഒന്ന് കാണാൻ. അങ്ങക്ക് ഇപ്പം ചെല്ലും പറഞ്ഞ് കാത്തിരിക്കുക. ഒന്ന് പോയി കൂടെ ചെന്ന് ദേവി ഒന്ന് സമാധാനിപ്പിച്ചു കൂടെ എന്ന്. അപ്പം ഭഗവാൻ പറഞ്ഞു, ഞാൻ പോവാം. പക്ഷെ ഇവള് സമ്മതിക്കുന്നില്ല. ആര്? ഭൂമിദേവി. അപ്പൊ ഭൂമിദേവിയോട് പറഞ്ഞു, ഭഗവതി എന്നാൽ ഭഗവതിയും കൂടെ പോകൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ ചളിക്കൊണ്ട് അവിടെ ഉണ്ടാക്കി തരാമെങ്കിൽ ഞാനങ്ങ് വരാൻ. എന്താ കാരണം? ഈ പന്നി എന്ന് പറയുന്ന സ്വരൂപത്തെ എടുത്ത ചളിക്കുണ്ടിൽ വീണു പോയത് കൊണ്ട് അതിനകത്തെ സുഖം എന്ന് പറയുന്ന അട്ടയെ പിടിച്ച് എന്താ കിടക്കാത്ത? എന്തിനങ്ങനെ പറയണേ? ദുർസ്വഭാവമുള്ളവനെ നന്നാക്കാൻ നോക്കിയാലും അത്ര ചിരടയ്ക്കൊന്ന് നന്നായാലും പിന്നെ ആ വഴിക്ക് പോവും. അവസരം വരുമ്പോൾ ആ വഴിക്ക് തിരിച്ചു വരുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഭാവം, അത് ആ ചളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ നിന്നും മുക്തമാവാൻ ആഗ്രഹമില്ലാത്ത ഒരവസ്ഥ എപ്പോഴും. കാരണം ഏതൊന്നിനോടാണോ നമ്മൾ കൂടുതൽ ഇടപഴകണത്, താതാത്മ്യം പ്രാപിക്കുന്നത്, അതിനോട് നമ്മൾ അങ്ങനെ ചേർന്നു പോകും. പിന്നെ അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ വേർപെടുത്താനായിട്ട് സാധ്യമാവില്ല. അതിനങ്ങനെ പറയണേ. അപ്പോൾ ആ ചളിക്കുണ്ടിലെ വീണ ജീവിതമാണ് നമ്മുടെ. എന്തുകൊണ്ട്? നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു. സത്യമല്ലാത്തതിനെയൊക്കെ സത്യമാണെന്ന് നിലച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ സുഖഭോഗത്തിനായിട്ട് ഓടി നടക്കുക. ആ സുഖഭോഗങ്ങളൊക്കെ ദുഃഖമാണ് തരുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സൂചന തരുമെങ്കിലും വീണ്ടും നമ്മൾ അതിനെ മറന്നിട്ട് വീണ്ടും ആ സുഖത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ ഇത്രയും നികൃഷ്ടമായ ഒരു ജന്മമായിട്ട് എന്തുകൊണ്ട് ഭഗവാൻ എടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയണു, അവിടെ ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്താ ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കാൻ? ഈ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്നത് കശ്യപന്റെയും ദിതിയുടെയും മക്കളാണ്. കശ്യപർക്ക് ഭാര്യമാരുണ്ട്, ഒരുപാടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ടുപേരാണ് ദിതിയും അതിഥിയും. അതിഥിയുടേത് മക്കള് ദേവന്മാര്, ദിതിയുടെ മക്കള് ദൈതയന്മാർ. അച്ഛനൊന്ന്, അമ്മ രണ്ട്. അമ്മ രണ്ടായപ്പോൾ മക്കളുടെ സ്വഭാവവും ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ വിശദീകരിക്കണം. അപ്പൊ അച്ഛൻ എത്ര കൊള്ളുന്നവനായാലും അമ്മയുടെ സ്വഭാവം നേരെ അല്ലെങ്കിൽ മക്കള് ശങ്കര മഹാദേവ. മനസ്സിലാവുന്നുണ്ടോ പറയണേ? എന്തുകൊണ്ടാ? അതിന് പ്രഹ്ലാദൻ നമുക്ക് സപ്തമസ്കന്ധത്തിൽ നാളെ പറഞ്ഞു തരും. താൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ പറഞ്ഞു തരും, അമ്മയിൽ നിന്ന് നേടിയ സംസ്കാരമാണ്. അതുകൊണ്ട് മക്കള് തലതിരിഞ്ഞാലും
നേരെയായാലും ഏതാണ്ട് ഒരു 65% ഉത്തരവാദി ആരാ? അമ്മയാണ്. പിന്നെ വേണേ ഭർത്താവിൻ്റെ മുമ്പ് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയാം, മനുഷ്യനെ നിങ്ങളുടെ കുടുംബക്കാരുടെ ഗുണം കാണിക്കുന്നതൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കാമെന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ അതിന് ഉത്തരവാദി അമ്മയാണെന്നാ. അതുകൊണ്ട് അമ്മയുടെ ഉള്ളിൽ കിടക്കുന്ന നിമിഷം മുതൽ അമ്മയിൽ നിന്ന് സ്വാംശീകരിക്കുന്നതാണ് അവൻ്റെ സംസ്കാരമായിട്ട് രൂപീകരണപ്പെടുക, അവൻ്റെ സ്വഭാവമായിട്ട് രൂപീകരണപ്പെടുക. പിടികിട്ടിയാവോ? സ്വാമി, ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഞങ്ങളുടെ രണ്ട് പല പോലൊക്കെയായി അല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. കൊച്ചുമക്കളെ എങ്കിൽ അപ്പം അതിൽ പോകരുത് കേട്ടോ, കൊച്ചുമക്കളെ നന്നാക്കാനേ പോകരുത്. സ്വന്തം മക്കളെ നന്നാക്കാൻ കഴിയാത്തവർ കൊച്ചുമക്കളെ നന്നാക്കാൻ പോയാൽ ഒക്കുവോ? ഒക്കുവോ? ഓരോന്നിരുന്ന് ചിരിക്കുന്നു, ഇത്ര കൃത്യമായിട്ടൊക്കെ ഇങ്ങനെ പറയാറെന്ന്. അപ്പോൾ ഭഗവാൻ വരാഹരൂപിയായിട്ട് അവർ ചെന്താണിങ്ങനെ. അപ്പോൾ ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കാനാണെന്നാ. കശ്യപന്റെയും ദിതിയുടെയും മക്കളിൽ 2 പേരിൽ ഒരാളാണ് ഹിരണ്യാക്ഷൻ. ഒരാളാരാ? ഹിരണ്യ കശ്യപു. അവരാരാണെന്ന് നോക്കുമ്പോഴാണ് വൈകുണ്ഠത്തിലെ 7ാമത്തെ വാതിലില് കാവൽക്കാരായിരുന്ന ജയവിജയന്മാർ സനകാദി മഹർഷിമാരുടെ ശാപം കൊണ്ട് ഭൂമിയില് നീചയോനിയിൽ 3 ജന്മം പിറന്നതാണ്. 1ാമത്തെ ജന്മമാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. 2ാമത്തേത് രാവണനും കുംഭകർണനും. 3ാമത്തേത് പറഞ്ഞ 3ാമത്തെ ജന്മം പറയാൻ ഒരു സമ്മാനമുണ്ട്, വൈകുന്നേരം സമ്മാനം തരും. എനിബോഡി കൈവെക്കാങ്കി പൊക്കിക്കും. ഇപ്പോ 3ാമത്തെ ജന്മം ശിശുപാലനും ഒന്നുകൂടെ ഉണ്ട്, ജയനും വിജയനുമാണ്. ശിശുപാലൻ മാത്രമല്ല, ഒരെണ്ണം കൂടെ കൂടുണ്ട്. അല്ല, ഇവിടെ ആരാണ്ട് പറഞ്ഞു, ആരാണ്ട് പറഞ്ഞു ബന്ധവക്രം എന്ന് പറഞ്ഞ ആരാ? അപ്പൊ 50-50 സമ്മാനം. പകുതി അമ്പിളിക്കും. പശുചേച്ചിയാണ് പറഞ്ഞേ? ജയിച്ചേച്ചാ പറഞ്ഞു. അപ്പൊ പകുതി ജയിച്ചേച്ചിക്കും. 2 പേരുടെ ഷെയർ ചെയ്തെടുത്തോണം. വൈകുന്നേരം സമ്മാനം തരും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ആരും പറഞ്ഞില്ല. ജയിച്ചേച്ചി അവിടെ നിന്ന് എന്നോട് സൂചിപ്പിച്ചു 4 പറഞ്ഞു. ആരൊക്കെയാണെന്ന് കൂടെ പറയാമോ? ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വ്യാസന്റെ എത്ര മക്കളാണ്? 4 മക്കളാണ്. അതിൽ അംബിക അംബാലിക എന്ന് പറയുന്ന സഹോദര ഭാര്യമാരിലുണ്ടായ ധൃതരാഷ്ട്രവും പാണ്ഡുവും, പിന്നെ ദാസിയിലുണ്ടായ വിതുരന്, 4ാമത്തേത് ശുകബ്രഹ്മർഷി. വ്യാസന്റെ വീര്യമാണ്, പക്ഷെ ഉണ്ടായത് അഗ്നിയിൽ നിന്നാണ്. അതാണ് ശുകന്റെ ഏറ്റവും വലിയ ഗുണവും, അതാണ് അഗ്നിയിൽ നിന്നുണ്ടായതുകൊണ്ട്. അതുകൊണ്ട് ഒരു മലവും പറ്റാത്തവനായിരുന്നു ശുകൻ. നമ്മളൊക്കെ മലം പറ്റി വന്നവരും മലം കൊണ്ടു നടക്കുന്നവരും അല്ലേ? നമ്മൾ മലം പറ്റിയല്ലേ വന്നേ? ആണോ? അവിടെ ആരെങ്കിലും പ്രസവം എടുത്തു കഴിഞ്ഞാൽ തൂത്ത് തുടച്ച് വൃത്തിയാക്കി കിട്ടുന്നതിൻ്റെ നമ്മൾ കൈ കൊണ്ട് തുടത്തില്ല ഈ സാധനത്തിന്. ആണ് വശത്തോട് തിരിഞ്ഞു നോക്കൂല. തൂത്ത് തുടച്ച് നമ്മുടെ കൈ കണ്ട് തരുന്നതുകൊണ്ട് പൊന്നു പോയോ എന്ന് പറഞ്ഞ് മേടിക്കുന്നത്. അല്ലെ തിരിഞ്ഞു നോക്കൂല ഈ സാധനത്തിന്. അന്ന് പുറത്ത് മാത്രമേ, മലം എന്ന് പറഞ്ഞാൽ അഴുക്കാൻ ഉദ്ദേശമാണ്. അന്ന് പുറത്ത് മാത്രമേ അഴുക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴോ അകത്ത് വന്ന് തന്നെ, പുറത്ത് വഴുക അകത്ത് വഴുക. പിന്നെന്തോ ഞാൻ വൃത്തിയാകാൻ വലിയ പാടാണ്. അവിടെ അപ്പൊ അവരുടെ 4 മക്കള്. അപ്പൊ ഇവിടെ ഇതിന്റെ ഉത്തരം ശരിയാക്കി 2 പേരുടെ ഷെയർ ചെയ്തോണം. വൈകുന്നേരത്തേക്ക് അതിന്റെ ഇത്
സമ്മാന സാധനം എത്തുമെന്നാണ് എൻ്റെ അറിവ്. അല്ലേ നാളെ തരും. ഇവിടെ ഉള്ളവരാണല്ലോ രണ്ടുപേരും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ജയവിജയന്മാര്, സനകാദി മഹർഷിമാര് സാക്ഷാൽ നാരായണനെ കാണാൻ വൈകുണ്ഠത്തിലെത്തിയപ്പോ അവിടെ ദേവദർശനത്തിന് തടസ്സമുണ്ടാക്കിയെന്നാണ്. ദേവദർശനത്തിന് തടസ്സമുണ്ടാക്കി കഴിഞ്ഞപ്പോ അവര് ശപിച്ചു. എന്താ, നിങ്ങൾ ഇവിടെ നിൽക്കാൻ യോഗ്യരല്ല, ദേവന്റെ അരികിൽ അടുത്ത് നിൽക്കണമെങ്കിൽ ദേവന്റെ ഒരു അംശം കുറച്ചൊക്കെ ഉണ്ടാവണം, ദേവാംശം ഉണ്ടാവണം ദേവന്റെ അടുത്ത് നിൽക്കണമെങ്കിൽ. ഇത് നിങ്ങൾക്ക് ആസുരീ ഭാവമാണുള്ളത്, അതുകൊണ്ട് നിങ്ങൾ 3 ജന്മം പോയി നീചയോനിയിൽ പിറക്കാൻ ഇടയാവട്ടെ എന്നൊരു ശാപം കൊടുത്ത ശാപത്തിന്റെ ഫലമായിട്ട് ഭൂമിയിൽ വന്ന് പിറന്ന. അത് ഇത്രയും ദൂഷ്യമാവാൻ കാരണം സന്ധ്യാവേളയിൽ സംയോഗം ചെയ്ത് ഉണ്ടായതാണ്. അതുകൊണ്ടാണ് കശ്യപർഷി സന്ധ്യാവന്ദനം ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് ദിതിദേവിക്ക് കാമം ഉദിച്ചുയരുകയും ആ കാമം വർദ്ധിച്ച കാരണം അതിനെ അടക്കാൻ കഴിയാത്തത് കൊണ്ട് തൻ്റെ ഭർത്താവുമായിട്ട് സംഗമിച്ചു. അങ്ങനെ സംഗമിച്ചപ്പോ അതിൽ നിന്നുണ്ടായതാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. സന്ധ്യാവേള എന്തിനുള്ളതാ? ആയിരുന്നു പണ്ട്. ഇപ്പൊ എന്തോ ഇതിനുള്ളതാ? സീരിയൽ. എന്തായാലും സമ്മതിച്ചൊക്കെ നല്ലതാണ്. അത് തന്നെ വലിയ കാര്യം. ഉള്ള കാര്യം അത് തന്നെ പറഞ്ഞു. ഒരിക്കലും ഒരിടത്ത് ഇത്രക്കൊടുത്താനത്ത് കേട്ടോ, അവിടെ പണ്ട് ഇങ്ങനെ എനിക്കൊരു സൂക്കട് ഉണ്ടായിരുന്നു. ഈ സന്ധ്യയൊക്കെ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സ്വഭാവമില്ലായിരുന്നു, ഇങ്ങനെ കറങ്ങി നടക്കുന്നൊരു സ്വഭാവമാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ നാമജപം കേൾക്കണം. അമ്മേ ഭഗവതി നിത്യകന്യേ ദേവി എന്നെ കടാക്ഷിക്കാൻ കുമ്പിടുന്നേന്ന് കേൾക്കുന്നു. എവിടെ ഒന്നും പറയില്ല. അപ്പോൾ എൻ്റെ ഒരു രീതി അടുക്കള വശത്തൂടെ കയറി പോകാമെന്നതാണ്. ഇവിടെ ചെന്നപ്പോൾ ഏത്തക്ക പിടിഞ്ഞത് ഇഡലിക്കൊട്ടാത്തിലുണ്ടായിരുന്നു, ഒരെണ്ണം എടുത്തു. അത്ര സ്വാതന്ത്ര്യമുള്ളിടത്തെ കയറി കേട്ടോ, ഇടഞ്ഞില്ല എടുത്ത് അതും തിന്നോണ്ട് അവിടെ നിന്നപ്പോഴേ നാമജപം തിന്നു. ഇതൊക്കെ എവിടെ നിന്നാ ജപിക്കുന്നു നോക്കിയപ്പം വിളക്ക് കത്തിച്ച് വെക്കുന്നിടത്ത് സാധാരണ അങ്ങനെ അത് കാണില്ല വിളക്ക്. അപ്പോൾ ശബ്ദം കേട്ട ഭാഗത്ത് നോക്കിയപ്പോൾ ടിവിയുടെ മുകളിൽ ചെറിയ വിളക്ക് കത്തിച്ചു. എന്നിട്ട് എന്നാ സ്ത്രീജന്മോ ഏതാണ്ട് കണ്ടോണ്ടിരിക്കുക. അതിൻ്റെ കൂടാണ് അമ്മേ ഭഗവതി. ഞാൻ പറഞ്ഞു മിക്കവാറും വന്നത് തന്നെ അവൾ രാശം മേടിച്ചോണ്ട് പോകും, നിങ്ങൾ നല്ല കുഴിയിലും പോവും എന്ന് പറഞ്ഞിട്ട് പോകുന്നു. നമ്മളെങ്ങനെയാ? നമ്മുടെ ഭക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ടെമ്പററിയാ, സ്ഥിരമായിട്ട് നമുക്കില്ല. ഉണ്ടോ? അന്നേരത്തെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ എടുത്തു കൊടുക്കുന്ന ഒരു വസ്ത്രമായിട്ട് മാറി നമ്മുടെ ഭക്തിയൊക്കെ. പോട്ടെ. അപ്പൊ എന്തായാലും ഇവിടെ സന്ധ്യാവേളയിൽ എന്ത് ചെയ്തു? തന്റെ കാമത്തെ അടക്കാൻ നോക്കിയത് കൊണ്ടുണ്ടായ സന്തതികള് അസുരന്മാരായിട്ട് പിറന്നു എന്നാണ്. അതുകൊണ്ട് പറയാറുണ്ട്, സൃഷ്ടി നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് മനസ്സ് തയ്യാറാക്കിയിട്ട് മാത്രമേ സൃഷ്ടിക്കിറങ്ങാവൂ എന്ന് പറയും. രണ്ടുപേരുടെയും മനസ്സ് സംശുദ്ധമാക്കി ചിന്തകൾ വൈകല്യമില്ലാതെ ആക്കിയതിന് ശേഷം മാത്രമേ സൃഷ്ടിക്കാവൂ. അത് വേണ്ടിയിട്ട് സൃഷ്ടിക്കുകയും വേണം, അല്ലെങ്കിൽ എന്ത് പറ്റും? ആ സൃഷ്ടികളുടെ സംസ്കാരം വികലമായി പോവും. മക്കൾ തലതിരിഞ്ഞു പോകുന്നെങ്കിൽ അതിന് പരിധി വരെ കാരണക്കാരൻ നമ്മുടെ ആ സൃഷ്ടിയുടെ കുഴപ്പം കൊണ്ടാണ്. അബദ്ധം പറ്റി പോകുന്നതാവരുത് സന്തതികൾ. സൃഷ്ടിക്കാൻ തീർത്ത് ആലോചിച്ച് എടുത്ത് വേണം സൃഷ്ടി നടത്താൻ, അല്ലെങ്കിൽ വികലമായി പോകും. മനസ്സിലാവുന്നുണ്ടോ? പറയണേ. ഇനിയെങ്കിലും മക്കളെയൊക്കെ സൃഷ്ടിക്കുമ്പോൾ അതിനു മുമ്പ് ഒരാഴ്ചയെങ്കിലും ഒക്കെ വ്രതാനുഷ്ഠാനത്തോടു കൂടിയൊക്കെ ഇരുന്നിട്ട് അതിനാ പണ്ട് കാലത്തുണ്ടാകും. എന്താണ് പേര് പറയുമല്ലോ, ഇപ്പം മറവി കൂടുതല. ശാന്തി മുഹൂർത്തം എന്നൊരു സമ്പ്രദായമുണ്ടായിരുന്നു. 4 ദിവസം 4 ദേവന്മാർക്ക് സമർപ്പിച്ചിട്ട് 5-ാം ദിവസം ഭർത്താവിൻ്റെ ഗതിയിലേക്ക് മുഹൂർത്ത സമയം നോക്കി പോവുക. 4 ദേവന്മാർക്ക് വേണ്ടി ആദ്യം സമർപ്പിക്കണം. ആരായി 4 ദേവന്മാര്? അറിയില്ല. 1 ഇന്ദ്രന്, 1 അഗ്നി, 1 വായു, 1 വരുണൻ.
ഈ 4 ദേവന്മാർക്കായിട്ട് സമർപ്പിക്കണം ആദ്യം. എന്തിനാ? ഇവർ 4 പേരുമാണ് സൃഷ്ടിക്ക് ആധാരമായി നിലനിൽക്കണം. അതുകൊണ്ട് അപ്പോൾ ആ ദേവന്മാർക്കുമായിട്ട് മനസ്സിനെ സമർപ്പിച്ച്, ചിന്തകളെ സമർപ്പിച്ച്, ബുദ്ധിയെ സമർപ്പിച്ച് ആ ദേവസങ്കല്പത്തിൽ ഇരുന്നു കൊണ്ട് അതിനുശേഷം ഭർത്തൃമുൻപിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ തീരുമാനം ശ്രേഷ്ഠതമമായിരിക്കും. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വികലമാവും. അപ്പൊ എന്തായാലും അവിടെ സൃഷ്ടി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും ഇങ്ങനെ ആവാൻ കാരണം ഈശ്വരീയമായ ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കേണ്ട സമയത്ത് കാമമുദ്ദീപിപ്പിക്കപ്പെട്ടതുകൊണ്ട് അതിൽ നിന്നുണ്ടായ സന്തതി ആസുരീഭാവത്തിലേക്ക് വന്നു. അപ്പൊ ആസുരീഭാവം എന്ന് പറയുന്നത് എപ്പോഴും വളരെ വേഗം വളർന്നു വരുന്ന ഒന്നാണ്, ഒരിക്കലും പതുക്കെ വളരണമല്ല. അതുകൊണ്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും വളരെ വേഗം തന്നെ അവർ വളർന്നു. നോക്കിയപ്പോ എല്ലായിടവും ജലമാണ്. അങ്ങനെ തനിക്കെതിരായിട്ട് ആരുമില്ല എന്നൊരു തോന്നലുണ്ടായി ഹിരണ്യാക്ഷൻ. അങ്ങനെ നോക്കുമ്പോഴാ ബ്രഹ്മദേവനെ കാണുന്നത്. ബ്രഹ്മദേവനെ യുദ്ധത്തിന് വിളിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, എന്നെക്കൊണ്ട് രക്ഷയൊന്നുമില്ല, എനിക്ക് പ്രായമൊക്കെയായി, അതുകൊണ്ട് നിനക്ക് പറ്റിയ ഒരാൾ വരും എന്ന് പറഞ്ഞു. ബ്രഹ്മദേവൻ അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്തു? സാക്ഷാൽ നാരായണനെ സ്മരിച്ചു. എപ്പോഴും ഏതൊരു പ്രശ്നത്തിൻ്റെയും പരിഹാരം കണ്ടെത്തുന്നത് നാരായണനാണ്. അതുകൊണ്ട് നാരായണനെ പിടിച്ചാൽ ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും. എന്താ കാരണം? സ്ഥിതിയുടെ കാരകനാണ്. നിലനിർത്തേണ്ടത് അദ്ദേഹമായതുകൊണ്ട്, നിലനിർത്തപ്പെടേണ്ട വസ്തുവാണെങ്കിൽ അതിനെ നിലനിർത്തേണ്ടത് തൻ്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് അതിന് ദോഷം വരാതെ നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ആ നാരായണ സ്ഥിതിയുടെ കാരകന്. നാരായണൻ എവിടെ ഇരിക്കണേ? നാരായണൻ എവിടെ ഇരിക്കണേ? വായുവിലോ? അവിടെ ആ പ്രശ്നം. അവിടൊക്കെ അവർ പുള്ളി ഇരിക്കണമുണ്ട്, നമ്മൾക്കൊന്നും ആവാത്ത. ഈ വൈകുണ്ഠം എവിടെ? അത് പാലാഴിയില്ല. പാലാഴി എവിടെ? അത് ഞങ്ങൾ പോയിട്ടില്ല. ബ്രഹ്മദേവനും കൈലാസത്തിൽ പോകാൻ താല്പര്യമുള്ളവരുണ്ടോ? ഒന്ന് ചോദിക്കാൻ നോക്കട്ടെ, എത്ര വേണ്ട കൈലാസത്തിൽ പോകാൻ? 1, 2. വീട്ടിൽ ഇരുന്നുകൊണ്ട് കൈലാസത്തിൽ പോകാം. ഇച്ചിരി മെനക്കെട്ടാൽ മതി. കാരണം ബ്രഹ്മലോകവും വൈകുണ്ഠവും കൈലാസവും ഇതിനകത്ത് തന്നെ ഉണ്ട്. ഒരു കയറ്റിയിറക്കത്തിന്റെ പ്രശ്നമേ ഉള്ളൂ. ഈ ജീവനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ബ്രഹ്മലോകത്തും ഉയർത്തി വൈകുണ്ഠത്ത്. ബ്രഹ്മലോകം ഇവിടെയാണ്. നാഭീഭത്തിന്റെ താഴെയാണ് ബ്രഹ്മലോകം. അതുകൊണ്ടാണ് ബ്രഹ്മാവ് അവിടെ ഇരിക്കുന്നത്. ജനനേന്ദ്രിയം അവിടെ വരാൻ കാരണം സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ അവിടെയാണ്. ആ ബ്രഹ്മലോകം അവിടെയാണ്. സൃഷ്ടികർത്താവ് ബ്രഹ്മദേവൻ സൃഷ്ടിയുടെ കാരകനായതുകൊണ്ട് ബ്രഹ്മലോകം അവിടെ സ്ഥിതി ചെയ്യുന്നു. വൈകുണ്ഠം ഇവിടെയാണ്. കൈലാസം ഇവിടെയാണ്. അപ്പൊ ഇവിടെ കിടക്കുന്ന ആളൊന്ന് ഈ ലോകം താണ്ടി ഇവിടവും താണ്ടി കഴിഞ്ഞാൽ ആരെ കാണാം? എളുപ്പമായുള്ള അത് ഏതമ്പലമാ? വൈക്കം. 6 വടി കയറിക്കുന്ന ശിവനെ കാണുന്ന അമ്പലം വൈക്കമാണോ? കടുത്തുരുത്തിയ? കാശിയ? ആരോടാ കയറാൻ പറഞ്ഞേ? ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തുകണ്ട് ആടുപാമ്പേ. ഏത് പാമ്പിനോടാ? നമ്മൾ വൈകുന്നേരം കാണുന്ന പാമ്പാണോ? അല്ല. പിന്നെ ഏത് പാമ്പിനോടാ പറഞ്ഞ ആടാൻ? ആടാൻ പോവാന്ന് ഓട്ടെ കക്ഷിയാണ്. ഓട്ടെ. ഏത് പാമ്പിനോട് ആടാൻ പറഞ്ഞേ?
ഇതിനകത്തുണ്ടൊരു പാമ്പ്, 3.5 ചുറ്റായിട്ട് കിടക്കുന്ന ഒരു പാമ്പ്, തല കീഴായിട്ട്. ഓ, ഇനി ഏതൊക്കെയാണോ? ആ പാമ്പ് തല കീഴായിട്ട് കിടക്കുന്നതുകൊണ്ടാ നമ്മൾ എങ്ങനെയാ വരുന്നേ? എന്തോ നാരായണ സ്വാമി, ഞാൻ കഴിഞ്ഞുള്ളൂ. നമ്മളെങ്ങനെ വന്ന ഇങ്ങോട്ട്? ആ, തല കിഴക്കാൻ പാടായിട്ടാ വന്നേ അല്ലേ? ആണോ? എന്തുകൊണ്ടാ? പാമ്പ് കിടക്കുന്ന തല കീഴായിട്ടാ, അതുകൊണ്ടാ. എല്ലോ ആയോ? അഗ്നിനാടി അല്ലെങ്കിൽ ജ്ഞാനനാടി എന്ന് പറയുന്ന സുഷുമ്നാനാടി, അതിന്റെ അഗ്രഭാഗത്ത് തലകീഴായി കിടക്കുന്ന ജീവൻ, ആ ജീവൻ തല ഉയർത്തി ആടാനാ വന്നത്. ആ പാമ്പ് 3.5 ചുറ്റായിട്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും അർദ്ധമാത്രയായിരിക്കുന്ന അല്ലെ ബിന്ദുസ്വരൂപിണിയായിരിക്കുന്ന ശക്തിയെയും ചേർത്തുകൊണ്ട് ഓം എന്ന അക്ഷരത്തിന്റെ 3.5 അക്ഷരം. ആ ഉ മു, മായല്ല, മായയുടെ മുകളിൽ ചന്ദ്രക്കല കൂടിയുണ്ട്. ആ ചന്ദ്രക്കലയാണ് ഭഗവതി. ശക്തിയില്ലാതെ ഉയരാൻ സാധ്യമാവില്ല. അതുകൊണ്ട് ശക്തിയെയും ചേർത്തുകൊണ്ടാടാൻ. എന്തിനാ? ആനന്ദക്കൂത്ത് കാണാൻ. എപ്പോഴാണ് ആനന്ദം ഉണ്ടാവുക? ചേട്ടന്മാരോട് ചോദിച്ചാൽ അത് പറയും. എപ്പോഴാ ആനന്ദം ഉണ്ടാവുന്നേ? അല്ലേ? ആ, എവിടെ പോയിട്ട് വരുമ്പോഴാ അല്ലേ? ആനന്ദമുണ്ടാവുന്നത് എത്തേണ്ടിടത്ത് എത്തുമ്പോഴാണ്. എവിടെ എത്തണം? കൈലാസത്തിലെത്തണം. അവിടെ 6 പടി കയറി ചെല്ലണം. ഏതാ 6 പടി? എല്ലാം ഇതിനകത്തുണ്ട്. കൊടിമര ഇതിനകത്തുണ്ട്. ഇവിടെ ഒന്നും വലം വെക്കേണ്ടെന്ന്, ഇതിനൊന്നും വലം വെച്ചാൽ മതി. മൂലാധാരം. ഓക്കെ, ആധാരം പറ. നമുക്കെത്ര ആധാരം ഉണ്ട്? 3 ആധാരം നമുക്കറിയാം. ഒന്ന് വീടിന്റെ ആധാരം, ഒന്ന് കേന്ദ്ര ഗവൺമെന്റ് വന്ന ഒരു ആധാരം, ഇപ്പൊ അത് ലിങ്ക് ചെയ്യണം. 3ാമത്തെ ആധാരം മക്കൾ ചവിട്ടി പുറത്താക്കി കഴിയുമ്പോൾ വഴി ആധാരം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്ന് പറയുന്ന 6 ആധാരങ്ങളിലെ ഷഡ്ചക്രങ്ങൾ. ഇത് 6 കടന്ന് 7ാമത്തെ ചക്രമാകുന്ന സഹസ്രാര പത്മത്തിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ശിവനുമായിട്ടുള്ള സംയോഗം കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ് ആനന്ദം. യോഗം എന്ന് പറയും. യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ. ആ കൂടിച്ചേരലിനാണ് പറഞ്ഞത് ആടുപാമ്പേ എന്ന് പറഞ്ഞത്. പാമ്പിനെ പോലെ 3.5 ചുറ്റായി കിടക്കുന്ന ആ ജീവൻ അവിടെ നിന്ന് ഉയർന്ന് ഇവിടെ എത്തി, കൈലാസത്തിലെത്തി, അല്ലെങ്കിൽ 6 പടി കടന്നിട്ട് മുകളിലെത്തിക്കഴിയുമ്പോൾ അവിടെ ശിവനെ കണ്ട് ആ ശിവനുമായി താതാത്മ്യം പ്രാപിച്ചു കഴിയുമ്പോൾ സർവാനന്ദമാണ്, പരമാനന്ദമാണ്. ആ ആനന്ദത്തെ അറിഞ്ഞ് അനുഭവിക്കാൻ വേണ്ടിയിട്ടാ പറഞ്ഞല്ല, 6 പടിയുള്ള അമ്പലം തപ്പിപ്പാനല്ല. നമുക്ക് പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? ആ ക്ഷേത്രങ്ങളിൽ കൂടി നമ്മൾ അതിന്റെ പൊരുളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാ. ക്ഷേത്രം ഇതിന്റെ അടിസ്ഥാന ഘടകമാണ്. ആദ്യത്തെ പടിയ ക്ഷേത്രം. അവിടെ കമന്ന് വീഴാനല്ല നമ്മളോട് പറഞ്ഞത്, അവിടുന്ന് കരകയറാൻ നമ്മളോട് പറഞ്ഞു. പക്ഷെ നമ്മൾ കരകയറിയിട്ടില്ല ഇതുവരെ. ഇന്നും ക്ഷേത്രവും വിഗ്രഹവും വിളക്കുമായിട്ട് അടക്കുക ഇല്ലേ? എന്താ നമുക്ക് രക്ഷപ്പെടാൻ വഴിയാത്തത് എന്നും പറഞ്ഞ് അമ്പലത്തിൽ പോകണ്ടെന്നല്ല പറഞ്ഞതിനർത്ഥം. ഇത് ഉറയ്ക്കുന്നത് വരെ ക്ഷേത്രത്തിൽ പോകണം. അകത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് ബോധിക്കണം. ആ നാരായണൻ എന്നിൽ തന്നെയാണ്, ഞാൻ ആ നാരായണൻ തന്നെയാണ് എന്ന് ബോധിക്കണം. ആ ബോധതലത്തിലേക്ക് എത്താനാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ. പക്ഷെ നമ്മളവിടെ ഒന്നും പോണില്ല. അവിടെ ചെന്നു, തീർത്ഥം കഴിച്ചു, കുടിച്ചു, ചന്ദനം തൊട്ടു, ബാക്കി തൂണെ തൂത്തു, അല്ലെ എവിടെയും വലിച്ചെറിഞ്ഞ് നിൽക്കും.
ഈ ജീവനെ പരമകാഷ്ഠയിലെത്തിക്കുന്ന ലക്ഷ്യം. അതുകൊണ്ടാ പറഞ്ഞ എളുപ്പമായുള്ള വഴി, വേറെ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ അത് കയറി പോകണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കുറെ ക്ഷമയോടുകൂടി കാത്തിരുന്നുകൊണ്ട് അതിനുവേണ്ടി വേണ്ടതായ ക്രിയകളെ ചെയ്യുമ്പോൾ മാത്രമേ ആ തലത്തിലേക്ക് ഉയർന്നു പോവാൻ സാധ്യമാവൂ എന്ന് മാത്രം. ഇനി നമുക്ക് ഉത്സവം വരില്ലേ? കൊടിയേറ്റ് കണ്ടിട്ടില്ലേ? എന്തിനാ കൊടിയേറ്റ്? എന്താ കൊടിക്കൂറ? അത് തൊടി കൊണ്ടിങ്ങനല്ലോ കൊടിക്കൂറയും കൊടിക്കയറും കൊടിമരവും എല്ലാം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാ കൊടിയേറ്റ് കണ്ട കൊടിയിറക്കി കാണണം. ഇല്ല എന്താ പറ്റും? ദോഷമാണ്. ഇല്ല എന്റെ പറഞ്ഞേ, നമ്മൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഇവിടുത്തെ കൊടിയിറക്ക്? കൊടിയേറ്റ് കണ്ട കൊടിയിറക്ക് കാണുന്ന 100 പേര് കൊടിയേറ്റ് കണ്ട 5 പേര് പോലും കൊടിയിറക്കി ഇവിടുത്തെ കണ്ടിട്ടില്ല. ഉണ്ടോ? കാരണം ജീവിതം കഴിഞ്ഞിട്ട് പോയിക്കണം ഊർഗം വെച്ചിട്ട് ഉറക്കം മാറ്റിയിരിക്കും. ആരാ കൊടിയിറക്ക് കാണുന്നത്? ഇതെല്ലാം നമ്മളിലുള്ളതാണ്. അതിനെയൊക്കെ ഉയർത്തിയെടുക്കാൻ വേണ്ടി മാത്രമേ ചെയ്യണ്ടൂ. അവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് എവിടെയായിരുന്നു? ഹിരണ്യാക്ഷനില്ല. അപ്പൊ ഹിരണ്യാക്ഷൻ ആ സന്ധ്യാവേളയിൽ ഉണ്ടായതുകൊണ്ട് ആസുരീഭാവമായി. ആ ആസുരീഭാവം വളരെ പെട്ടെന്ന് വരും. ആ വളരുന്നത് കൊണ്ട് ദേവഭാവത്തിന് എന്തു പറ്റും? ബലം കുറയും. ആസുരീഭാവം വളരും തോറും ദേവഭാവത്തിന് ബലം കുറയും. അതുകൊണ്ടാണ് നാമജപം കൂടുതലാക്കണം. ആസുരീഭാവം ഇല്ലാതെയാവാൻ ദേവചൈതന്യത്തെ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത് നാമജപത്തിൽ കൂടി ആ ചൈതന്യത്തെ വർദ്ധിപ്പിച്ചെടുക്കണം. അപ്പോൾ മാത്രമേ ആസുരീഭാവത്തിന് കുറവ് വരുള്ളൂ. അസുരന്മാരൊരിക്കലും ഈശ്വരനാമം കേൾക്കാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരാണ്. കാരണം അസുരന് നിലനിൽക്കണമെങ്കിൽ ദേവചൈതന്യം കുറഞ്ഞിരിക്കണം. അതുകൊണ്ടാണ്. അപ്പൊ അസുരന്മാരങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഹിരണ്യാക്ഷനും വളരെ പെട്ടെന്ന് വളർന്നു. ബ്രഹ്മദേവൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ നാരായണനെ സ്മരിച്ചു. ഭഗവാൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ ഹിരണ്യാക്ഷന് ഇങ്ങനെ തൻ്റെ കൈക്കരുത്ത് തീർക്കാൻ, അങ്ങനെയുണ്ടല്ലോ, ചില ആരോഗ്യമൊക്കെ ഉണ്ട്, പിന്നെ ആരുടെയെങ്കിലും മണ്ടക്കെന്ന് കയറിയാൽ കൈക്കരുത്ത് മാറത്തുള്ളൂ. അങ്ങനെയുണ്ട്. അന്ന് ഇത്രയും ഉള്ളവന് ഇത്ര ഇല്ലാത്തവൻ്റെ മണ്ടയ്ക്ക് ചെന്ന് കയറും. തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ളത് പോകത്തില്ല, തിരിച്ച് തല്ലത്തില്ലെന്ന് ഉറപ്പുള്ളിടത്ത് ചെന്ന് കയറും. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട് നമുക്ക്. ഭയങ്കര ധൈര്യശാലി, ആരെയും തല്ലുമെന്ന. പക്ഷെ ഇങ്ങനെ ഇരിക്കുന്നവനെ തല്ലു, ഇങ്ങനെ ഇരിക്കുന്ന. എന്താ കാരണം? മറ്റൊരെണ്ണം കൊടുത്താൽ ചിലപ്പോൾ പണിയാവും. ഭയങ്കര ധൈര്യവും. ഞാൻ പറയാം, എന്നെക്കെട്ടല്ല ഞാൻ കഴിഞ്ഞു വളർത്തുള്ളൂ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ കഴിച്ചു കിട്ടും. എല്ലാവർക്കും ഈ ശല്യം പറ്റും, എല്ലാം ചെയ്യാൻ പറ്റുമോ? പക്ഷെ നടന്ന് വീട്ടിൽ പോകണം. അതിനുറപ്പുണ്ടല്ലേ വരാമെന്ന് പറയുന്നത്. അത്ര ഇതുണ്ട്. കുടുംബത്തിൽ നിന്ന് കയറണം. അല്ല, എന്നെ കൊണ്ട് വരാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ തിരിച്ചൊന്നും കിട്ടില്ല എന്നുള്ളിടത്ത് നമ്മൾ ചെല്ലും. ഇല്ലേ? ആണോ അല്ലേ? എന്താ കല്ലെടുത്ത് മുകളിലോട്ട് നമ്മൾ എറിയാൻ കാരണം? എന്തുകൊണ്ടാ? തിരിച്ചത് കറങ്ങി നമ്മുടെ തലയിൽ വന്ന് വീഴത്തില്ലെന്ന് അതിൻ്റെ ധൈര്യമുള്ളതുണ്ടോ? തിരിച്ചു വരുന്ന സാധനം നമ്മൾ മുകളിലോട്ട് എറിയുമോ? എറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബ്രഹ്മദേവനാകപ്പാടെ സങ്കടത്തിലായി. ഭഗവാൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ ഉണ്ട് കൂടെ, സർവത്തിനും പരിഹാരം എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് അങ്ങ് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ കൈക്കരുത്ത് തീർക്കാൻ നടക്കുന്ന ഹിരണ്യാക്ഷന്റെ മുൻപിലേക്ക് ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്നും ഒരു തള്ളവിരൽ വലിപ്പത്തിൽ അങ്കുഷ്ടതുല്യമായിട്ട് ഒരു പന്നിയുടെ രൂപം ഒന്ന് വെച്ചു. തുമ്മിയതായിരിക്കും ചിലപ്പോൾ ബ്രഹ്മദേവൻ. എന്തോ മൂക്കിക്കണുള്ളത് കണ്ടപ്പോൾ തുമ്മിയത കണ്ട അച്ചിരി ഉള്ളൊരു സാധനം പുറത്തോട്ട് വന്നതാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഭീമാകാരമായിട്ട് അങ്ങ് വളർന്നു. സൃഷ്ടികർത്താവ് ആദ്യം വലുതാവും, സൃഷ്ടി ചെറുതായിരിക്കും. സൃഷ്ടി വലുതായി കഴിയുമ്പോൾ സൃഷ്ടികർത്താവ് ചെറുതായി. ഇല്ല, അങ്ങനെയല്ലേ? നമുക്ക് മക്കളുണ്ടായാലും ആദ്യം മക്കൾ നമ്മളെയൊക്കെ വളർന്നുവോ? ഇല്ലേ? സൃഷ്ടിച്ചപ്പോൾ കുഞ്ഞുങ്ങളായിരുന്നു, അപ്പം നമ്മൾ വലുതായിരുന്നു. ഇല്ലേ? അവർ വളർന്നപ്പോൾ നമ്മളെവിടെത്തി?
നീ വേറൊരു തരത്തിൽ ചിന്തിച്ചു നോക്കൂ. കുറച്ചു കാലത്തോളം മാതാപിതാക്കന്മാരുടെ പേരിൽ ആരറിയപ്പെടും? മക്കൾ അറിയപ്പെടും. അത് കഴിയുമ്പോഴോ മക്കളുടെ പേരിൽ ആരറിയപ്പെടും? മാതാപിതാക്കന്മാരെ അറിയപ്പെടും. ഇതിലേതാ ശ്രേഷ്ഠം? മക്കളുടെ പേരിൽ മാതാപിതാക്കന്മാർ അറിയപ്പെടുന്നതാണോ ശ്രേഷ്ഠം, അതോ മാതാപിതാക്കന്മാരുടെ പേരിൽ മക്കൾ അറിയപ്പെടുന്നതാണോ ശ്രേഷ്ഠം? ഏതാ ശ്രേഷ്ഠം? മാതാപിതാക്കന്മാരുടെ പേരിൽ അതാണോ നല്ലത്? അല്ല. ഒരു ഗുരു എപ്പോഴും നല്ല ഗുരുവാണ്, കുശുമ്പുള്ള ഗുരുവല്ല. ഇന്നത്തെ കുരുക്കന്മാരുടെ കാര്യമല്ല പറയണ കേട്ടോ. ഇന്നത്തെ എല്ലാം ഗുരുവാന്ന് പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ കുരുക്കുവാ. ഇന്നെല്ലാം ഗുരുക്കന്മാരാകും. എന്തെങ്കിലും എടുത്ത് പുതച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, 90% ഗുരുക്കന്മാരാണ്. ഗുരുക്കന്മാരുണ്ട്, നല്ലതുണ്ട്. സജ്ജനങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഗുരുക്കന്മാരുണ്ട്. അതിനിടയ്ക്ക് ചില കുരുക്കന്മാരുമുണ്ട്. അതിനകത്തൊന്നും തലവെച്ച് കൊടുക്കരുത് കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. നല്ല ഗുരു എപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്ന ഒരു മഹാജനറേറ്റർ ഉണ്ടെന്ന് ഈ ലോകം പറഞ്ഞത് എങ്ങനെയാ? ആർക്കെങ്കിലും അറിയാമായിരുന്നു അദ്ദേഹത്തെ? കൽക്കത്തയിൽ പോലും ഒരു മനുഷ്യൻ അത്ര വലിയ പരിചയമില്ലാത്ത ആളായിരുന്നു പരമഹംസൻ എന്ന് പറഞ്ഞത്. ഒരു കാളിക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. ഇങ്ങനൊരു മഹാഗുരു ഉണ്ടെന്ന് അറിഞ്ഞത് എപ്പോഴാ? വിവേകാനന്ദൻ എന്ന് പറയുന്ന ഒരു മഹാത്മാവ് ഉണ്ടായി കഴിഞ്ഞപ്പോഴല്ലേ? ആണോ? അല്ലേ? അപ്പൊ ആർക്കാ പ്രൗഢി കൂടുതൽ വരിക? ഇവിടെ പ്രൗഢമായത് ആരാ? വിവേകാനന്ദനാണോ ശ്രീരാമകൃഷ്ണ പരമഹംസനാണോ? അപ്പോഴേക്ക് നിങ്ങളെ മക്കൾ പഠിച്ചു. ഈ ചിലടത്ത് തൊപ്പിയൊക്കെ വെച്ച് തരത്തില്ലേ? എന്താ പഠിക്കുന്നത്? ഏതാണ്ട് പഠിക്കുമ്പോൾ കിട്ടും, ഒരു തൊപ്പി കിട്ടും ഇല്ലേ? അതൊക്കെ മേടിക്കാനായിട്ട് പിള്ളേരെ വിളിക്കുമ്പോൾ മാതാപിതാക്കന്മാരും പോവില്ലേ? അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ഈ തൊപ്പി എന്റെ തലയെ തോറ്റു തൊപ്പി വെച്ചതല്ല, പഠിച്ചിട്ട് തൊപ്പി വെക്കുന്നുണ്ട്. ആ കുട്ടി അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, എന്റെ മാതാപിതാക്കന്മാരുടെ കഠിനമായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്ന് ഞാനിത് വാങ്ങുന്നത് എന്ന് പറയുമ്പോ അവിടെ പ്രൗഢി ഉണ്ടാകുന്നത് കുട്ടിക്കാണോ അച്ഛനമ്മമാർക്കാണോ? ഉറപ്പിച്ചേ. അപ്പൊ താൻ എന്താണ് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരവസരം. ഒരു മാതാപിതാക്കന്മാരെ എന്ന നിലയിൽ അവർക്ക് ഏറ്റവും ആത്മാഭിമാനം ഉണ്ടാക്കുന്ന ഒരു രംഗമാണ് തൻ്റെ മക്കൾ പഠിച്ച് ഉന്നതമായ നിലയിലെത്തി മറ്റുള്ളവരുടെ മുൻപിൽ നിന്നുകൊണ്ട് അതിന് തക്കതായ അംഗീകാരത്തെ സ്വീകരിക്കുമ്പോൾ ആ അമ്മയുടെയും അച്ഛൻ്റെയും അഭിമാനം വാനോളം ഉയരും ഇല്ലേ? ആണോ അല്ലയോ? അന്ന് വരെ അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണ്. ശാരദയുടെ ശശാങ്കന്റെ മോന് അല്ലെങ്കിൽ മോള് അല്ലേ? അതൊരു ഡോക്ടറോ മറ്റോ ആയി കഴിയുമ്പോ എന്തോ പറയും? ഡോക്ടറിന്റെ അച്ഛനും അമ്മ. ഇപ്പോഴത്തെ പിള്ളേരുടെ എല്ലാം കാര്യം ഇതൊക്കെ ഉള്ളൂ. അപ്പോ ഡോക്ടറിന്റെ അച്ഛനും അമ്മയാണെന്നല്ലേ പറയത്തുള്ളൂ? ആണോ അല്ലയോ? അതോ അവരുടെ മകനാണ് മകളാണ് ഡോക്ടർ എന്ന് പറയുമോ? അപ്പൊ അവരുടെ അഭിമാനം എപ്പോഴാണ് ഉണ്ടാകുക? മക്കൾ വളർന്ന് നല്ല നിലയിലേക്ക് ഉയർന്ന് മക്കളുടെ പേരില് അച്ഛനും അമ്മയും അറിയപ്പെടുമ്പോഴാണ് ഒരു മാതാപിതാക്കന്മാര് ആത്മാഭിമാനമുള്ളവരായിട്ട് മാറുക. ഇനി അതേ മക്കളെ കൊണ്ട് വേറെ വല്ലോ കേൾക്കുന്നെങ്കിലോ? അത് ചിന്തിക്കണ്ടേ? അപ്പൊ നമുക്ക് അഭിമാനം ഉയരുവോ താഴുവോ? ഇതുപോലെയാണ് ഒരു ശിഷ്യൻ ഉയരങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഒരു ഗുരു പ്രൗഢമായ അവസ്ഥയിലെത്തുക. അല്ലെ, ആ ഗുരു അറിയപ്പെടുന്നത് എപ്പോഴും ശിഷ്യനിൽ കൂടിയാണ്.
മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആ ഗുരുവിന് എപ്പോഴും ആനന്ദമുണ്ടാക്കുന്നതും ആ ശിഷ്യനിൽ കൂടി അറിയപ്പെടുമ്പോഴാണ്. അല്ലാതെ എന്നും അച്ഛൻ്റെ പേരിലോ അമ്മയുടെ പേരിലോ അല്ല മക്കൾ അറിയപ്പെടുന്നത്. സ്വന്തം ഐഡന്റിറ്റി ഉണ്ടാക്കിക്കൊണ്ട് തൻ്റെ മാതാപിതാക്കന്മാർക്ക് ആത്മാഭിമാനം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഒരു പുത്രൻ അല്ലെങ്കിൽ ഒരു പുത്രി ആ നിലയിലേക്ക് ഉയരുന്നത്. മനസ്സിലായോ? പിടികിട്ടിയോ? എൻ്റെ അമ്മ തന്നെ പറയും, നേരത്തേക്ക് ലക്ഷ്മിക്കുട്ടി ചേച്ചിയുടെ മോനെന്നായിരുന്നു അറിയപ്പെടുന്നത്, ഇപ്പം വിശ്വനാഥൻ്റെ അമ്മയെന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഇന്ന് ഭഗവാൻ എന്നെ ഈ ഒരു പീഠത്തിൽ ഇരുത്തിയത് കൊണ്ടല്ലേ? അമ്മല്ലേ അല്ലേ അറിയപ്പെടൂ? ആരാ മോനെ? ആ വിശ്വനാഥൻ്റെ അമ്മയാണ്, അല്ലേ ആ ലക്ഷ്മിക്കുട്ടിയുടെ മോനാ, നടക്കുന്ന നടപ്പ് കണ്ടോ എന്ന് പറയും ഇല്ലേ? എന്നതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും ആത്മാഭിമാനത്തോടെ പറയാം, എൻ്റെ മകൻ ഇല്ലേ ആ നിലയിലേക്ക് എന്നെപ്പോലെ ആവരുതെന്ന് ഞാൻ എപ്പോഴും പറയും. എന്നെപ്പോലെ ചെയ്യരുത് ഒരു മക്കളും എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ മക്കളിൽ കൂടി മാതാപിതാക്കന്മാർ അറിയപ്പെടുമ്പോഴാണ് ആ മാതാപിതാക്കന്മാരുടെ ജന്മം ശ്രേഷ്ഠതമമാവുക. ഒരു ശിഷ്യനിൽ കൂടി ഒരു ഗുരു അറിയപ്പെടുമ്പോഴാണ് ആ ഗുരുവിൻ്റെ ജന്മം ശ്രേഷ്ഠതമമാവുക. അത് വേണം മക്കൾക്ക് ആദ്യം പറഞ്ഞു കൊടുക്കാൻ. അല്ല ഡിഗ്രി എടുത്തോ പഠിച്ചോ എന്ന് പറഞ്ഞ് പറയണം. മക്കളെ, നിങ്ങളിൽ കൂടി ഞങ്ങൾ അറിയപ്പെടുന്ന ഒരു കാലം ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ ധർമ്മം എന്ന് പറഞ്ഞു കൊടുക്കണം. അത് തലതിരിഞ്ഞ സ്വഭാവത്തിൽ കൂടി ആവരുതെന്നും കൂടി പറഞ്ഞു കൊടുക്കുക. മനസ്സിലായോ ആവോ? അപ്പൊ എന്തായാലും ഇവിടെ അങ്ങനെ ഒരു പന്നിയുടെ രൂപത്തിൽ വന്നു. ആദ്യം സൃഷ്ടികർത്താവ് വലുതായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ സൃഷ്ടി വലുതായപ്പോ സൃഷ്ടികർത്താവ് ചെറുതായി. എന്തുകൊണ്ടാ? കരുത്താർജിച്ചു. എന്തിന്? അധർമ്മത്തെ നേരിടാൻ. വളരുമ്പോൾ മാത്രമേ അധർമ്മത്തെ നേരിടാനുള്ള കരുത്താർജിക്കാൻ സാധ്യമാവുള്ളൂ. ധർമ്മത്തിന് ഇല്ലാതെയാക്കാൻ വരുന്നതിന് നേരിടണമെങ്കിൽ അത്തരത്തിലുള്ള കരുത്താർജിക്കണം. അതുകൊണ്ട് ആ ഭഗവാൻ പന്നിയുടെ രൂപത്തിലെത്തി ആ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചു. എന്തിനാ? ഭൂമി ദേവിയെ അധപ്പതിച്ചു എന്നാ കാരണം. എവിടേക്ക് അധപ്പതിപ്പിച്ചു? കാരണജലത്തിലേക്ക്. അപ്പൊ ചോദിക്കും, ഭൂമി ജലത്തിലല്ലേ ഇരിക്കണത്? ഭൂമി വാസയോഗ്യമല്ലാതെ ആക്കുക. നമ്മളൊക്കെ ഹിരണ്യാക്ഷന്മാരാ. എന്താ കാര്യം? നമ്മുടെ നിലനിൽപ്പ് മാത്രം നോക്കിയാൽ നമ്മൾ ജീവിക്കണേ, അല്ലേ? ആണല്ലേ? അടുത്ത തലമുറയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നുവരെ? അടുത്ത തലമുറ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നവരായിരുന്നെങ്കിൽ നമ്മൾ ഭൂമി എത്രമാത്രം ദ്രോഹിക്കുമോ? നമ്മൾ തന്നെ ഭൂമി എന്തുമാത്രം ദ്രോഹിക്കുന്നുണ്ട്, ഇല്ലേ? ഉണ്ടോ? പറമ്പിൽ പ്ലാസ്റ്റിക് ഇടുന്നില്ലേ? ദ്രോഹമല്ലേ? അങ്ങനെ ഏതെല്ലാം വിധത്തിൽ നമ്മൾ ഭൂമിയെ ദ്രോഹിക്കണം? ഉള്ള പാറ മുഴുവൻ തല്ലിപ്പൊട്ടിച്ചെടുക്കുമ്പോൾ ഭൂമിയെ ദ്രോഹിക്കലല്ലേ? ഹിരണ്യാക്ഷന്മാരല്ലേ? ആണോ? അതിന് അനുമതി കൊടുക്കുന്ന ഒരു ഹിരണ്യാക്ഷന്മാരല്ലേ? തൽക്കാല താല്പര്യമല്ലേ നോക്കണേ? അപ്പൊ ഇത്തരത്തിൽ ഭൂമിയെ ആരധപ്പതിപ്പിച്ചാലും അവരെല്ലാം ആരാ? ഹിരണ്യാക്ഷന. ഇനിയോ മറ്റൊന്നുകൂടി. നമ്മളൊക്കെ സമയം എടുത്തു. എൻ്റെ അല്ല. അതിന് സന്തോഷിക്കുക. സമയം എടുത്ത് വന്നപ്പോ എന്തൊരു ചിരി. ഇവന്റെ സമയം ആയോന്ന്. ഉടനെ ഒന്നും പോവൂല. അപ്പോ പിന്നെന്താ? ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരുതുണ്ട്. സ്വർണത്തിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഹിരണ്യാക്ഷനാണ്. സ്വർണത്തിനോട് താല്പര്യം ഇല്ലാത്തവരെന്ന് ചോദിക്കാൻ നോക്കണ്ട എത്ര ഹിരണ്യാക്ഷന്മാരല്ലാത്തവരുണ്ടെന്ന്.
സ്വർണത്തിനോട് താല്പര്യമില്ലാത്തവർ കയ്യിലും കഴുതലും ഒന്നുമില്ല, അതുകൊണ്ട് അവർക്ക് ഏത് പാവം അതൊന്നും കിടപ്പുണ്ട്. താല്പര്യം ഇല്ലേ? ഒട്ടുമില്ലേ? എന്നാ കഴുത കിടക്കുന്ന നീ ഉണ്ടോ? അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റൂല. കൈ ഇരിക്കുന്നൊന്നും തരൂല്ല അല്ലേ? അപ്പൊ നമ്മളൊക്കെ ഹിരണ്യാക്ഷന്മാരാ. അതായത് അർത്ഥത്തിനോട് മോഹം ഉണ്ടായ. എന്താ ഈ അർത്ഥത്തിനോട് മോഹം ഉണ്ടായുള്ള പ്രശ്നം? അർത്ഥത്തിനോട് മോഹമുണ്ടായാൽ അത് ഏത് വിധത്തിലും സമ്പാദിക്കണം തോന്നും. അത് ധർമ്മമാണോ അധർമ്മമാണോ എന്ന് നോക്കില്ല. സമ്പാദിക്കണത് ധർമ്മത്തിൽ കൂടിയാണോ അധർമ്മത്തിൽ കൂടിയാണോ നോക്കില്ല. ഏത് വിധത്തിലും നമുക്ക് ധർമ്മത്തെ വിട്ടിക്കാണാൻ ശരി ധനത്തിനോട് മോഹം തോന്നിയാൽ അതെങ്ങനെയും ആർജിക്കണം എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ സമ്പാദിക്കുമ്പോൾ എന്താ പ്രശ്നം? ഇതിനോട് അങ്ങനെ ഭ്രമം തോന്നി പിന്നീട് അതിനോട് മാത്രമാവും ആസക്തി. ധനത്തിനോട് മോഹം തോന്നിയാൽ എന്ത് പറ്റും? ആ ധനം എങ്ങനെയും സമ്പാദിക്കണം തോന്നും. അത് ധർമ്മമാണോ അധർമ്മമാണോ എന്ന് ചിന്തിക്കില്ല. അതുകൊണ്ട് ധനത്തിനോട് മോഹം തോന്നാൻ പാടില്ല എന്നാണ്. അർത്ഥം 15 അനർത്ഥമുണ്ടാക്കി വെക്കുന്ന ജീവഹാനി പോലും അതിന് ഉണ്ടാവും. അതുകൊണ്ട് അർത്ഥത്തിനോട് എന്ത് തോന്നരുത്? മോഹം തോന്നരുത്. നമുക്ക് മോഹമുണ്ടോ അർത്ഥത്തിനോട്? സമ്മതിച്ചു. നീ കൈയിരിക്കുന്നതിന് എടുത്തെന്ന് പറഞ്ഞാൽ എന്തോ അല്ലേ? നമുക്കെല്ലാം അർത്ഥം ആവശ്യം. അതുകൊണ്ട് അർത്ഥം സമ്പാദിക്കുമ്പോൾ എപ്പോഴും ധർമ്മത്തിൽ നിന്നുകൊണ്ട് സമ്പാദിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അനധികൃതമായ രീതിയിൽ ധനത്തെ സമ്പാദിച്ചു വെച്ച് ജീവിതത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കരുത് എന്നർത്ഥം. അതുകൊണ്ട് ആ ധർമ്മത്തിൽ നിന്നുകൊണ്ട് വേണം അർത്ഥത്തെ സമ്പാദിക്കാൻ എന്ന് പറയാം. അധാർമികമായി സമ്പാദിച്ചു വെക്കുന്നതൊന്നും നമുക്കൊന്നും ഉതകില്ല. മക്കൾക്കൊന്നും ഉണ്ണാൻ പറ്റൂല. അല്ലേ മക്കളുടെ ഇല്ലായ്മ കണ്ട് ജീവിതം തീർക്കേണ്ടി വരും. അധാർമികമായി ധനം സമ്പാദിച്ചു വെച്ചാൽ സത്യമല്ലാത്തതൊന്നും നേടാൻ പാടില്ല. സത്യമുള്ളതുകൊണ്ട് മാത്രമേ ഈശ്വരീയമായ കർമ്മം ചെയ്യാവൂ. 5 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ച് 2 ലക്ഷം രൂപ സപ്താഹത്തിന് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് കൊടുക്കരുത്. അതിൻ്റെ കുലമേ ഇല്ലാതാവും. അങ്ങനത്തെ കുഴപ്പമുണ്ട്. സൽക്കർമ്മങ്ങൾക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും സത്യസന്ധമായ ധനം മാത്രമേ കൊടുക്കാവൂ. ആരെയും അദ്ദേഹം അപഹരിച്ചതോ പറ്റിച്ചതോ ചൂഷണം ചെയ്തതോ ഒന്നും അധാർമിക സമ്പാദിച്ച ഒന്നും ഈശ്വരീയമായ കർമ്മങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് അവതരിച്ചു. ആ അധാർമികനായിരിക്കുന്ന ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച് ഭൂമിയെ യഥാസ്ഥാനത്ത് നിർത്തി എന്ന് പറഞ്ഞ് അവിടെ വെച്ചു. അത് കഴിയുമ്പോഴാണ് കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും കഥ പറയുക. ഭഗവാന് കപിലവാസുദേവനായിട്ട് അവതരിച്ചു. സാഖ്യയോഗാചാര്യനായ കപിലവാസുദേവനായിട്ട് അവതരിച്ചു. കർദമ പ്രജാപതി ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരിൽ ഒരുവനാണ്. സ്വയംഭൂമനുവിന്റെയും ശതരൂപയുടെയും പുത്രിയാണ് ആര്? ദേവഹൂതി. ആ ദേവഹൂതി കർദമ പ്രജാപതിയെ വിവാഹം കഴിച്ച സ്വയംഭൂമനു ചെന്ന് അഭ്യർത്ഥിക്കുന്ന പ്രകാരം ബ്രഹ്മാവിന്റെ നിർദ്ദേശാനുസരണം കർദമ പ്രജാപതി ദേവഹൂതിയെ വിവാഹം കഴിച്ച് എന്ത് ചെയ്തു? 9 പെൺമക്കളുണ്ടായി. കല്യാണം കഴിച്ചപ്പോഴേ പറഞ്ഞിരുന്നു, എപ്പോഴാണോ ഒരു പുത്രനുണ്ടാകുന്നത് അപ്പം തന്നെ ഞാൻ നിന്നെ വിട്ടു പോകുന്നു പറഞ്ഞു. ആരോട്? ദേവഹൂതിയോട്. ആ എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടാണ് കല്യാണം കഴിച്ചതെന്നാ. നമ്മളെ കെട്ടാൻ വരുമ്പോൾ പറയാ ഒരു പുത്രനുണ്ടായി ഉടനെ ഞാൻ പോകുന്നത് നമ്മളെന്തോ ചെയ്യും? ഞാൻ പോയാൽ ഞങ്ങൾ അടുത്ത് ആലോചിക്കൂലേ? പിന്നെ അല്ല അവനെ നോക്കിയിരിക്കാൻ പറ്റൂ അല്ലേ? ഇവിടെ എഗ്രിമെന്റ് ഒക്കെ ഒപ്പിട്ടിരുന്നു. ഒരു പുത്രന് അതാണ്ട് പുത്രനുണ്ടായാൽ തൽക്ഷണം പോകണം. ആര് പോകണമെന്ന് നമ്മളോടാണോ പറഞ്ഞേ? അല്ല, ഈശ്വരാന്വേഷിയുടെ മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹമുള്ള പുത്രനുണ്ടായാൽ അപ്പം പോകണം. പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. എന്താ കാരണം എന്നും പറഞ്ഞ് കുട്ടി ഉണ്ടായ ഉടനെ പോകണമെന്നല്ല അർത്ഥം. അവനെ
അവൻ്റെതായ നിലയിലെത്തിച്ച് സ്വന്തം കാലിൽ നിൽക്കാറായി എന്ന് ബോധ്യം വന്നാൽ ഗൃഹത്തിൽ നിന്ന് പൊക്കോണം, പിന്നെ ഗൃഹത്തിൽ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് മരുന്ന് മക്കൾ വരുമ്പോൾ സ്ക്രൂ കയറ്റുന്നത്. മനസ്സിലായി? ആ കുത്ത് കൊള്ളാതിരിക്കണമെങ്കിൽ മക്കൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പല്ലേ കല്യാണം കഴിച്ചു കൊടുത്തിട്ടോ അപ്പോഴേ എന്തോ ഇതോണം. ഞാൻ പറയും ജോലിക്കാരൊക്കെയാണ് ഭാര്യയും ഭർത്താവെങ്കിൽ റിട്ടയർമെന്റ് ആവില്ല 10-20 വയസ്സാകുമ്പോഴത്തേക്കില്ലേ ഇല്ലേ? ഇപ്പോഴത്തേക്ക് മക്കളൊക്കെ ഏകദേശം ഒരുമാതിരി പാകമാകും. ആയി കഴിയുമ്പോൾ എന്ത് വേണം? 2 പേരും കൂടെയുള്ള റിട്ടയർമെന്റ് കിട്ടുന്ന കാശ് കൊണ്ട് എന്തോ ചെയ്തുകൊള്ളുക, തിരിച്ചു വരരുത്. കാശിന് നിർദ്ദേശിച്ച് തിരിച്ചു വരരുത്. മക്കളെ തീർന്നതാണെന്ന് പറഞ്ഞ് വരരുത്. ആ വഴിക്ക് അങ്ങ് പൊക്കോണം. പിള്ളേർക്കും സ്വസ്ഥതയുണ്ട്, പോകുന്ന നമുക്കും സ്വസ്ഥതയുണ്ട്. ഇവിടെ സപ്താഹം കഴിയുമ്പോൾ 65 കഴിഞ്ഞവരെല്ലാം എങ്ങോട്ട് പൊക്കോളുക? വടക്കോട്ട് പൊക്കോളുക, കാശിക്ക് പൊക്കോളൂ. ഒരെണ്ണത്തിന്റെ തൃക്കുടുത്താനത്ത് കാണരുത്. സപ്താഹം അതിന് ചെറുപ്പക്കാർ വന്നോളും. എന്നും നിങ്ങൾ ഇന്ന് കേൾക്കുമോ? ഇല്ലല്ലോ. അന്നേരം ആരെങ്കിലുമൊക്കെ വരുമെന്നേ കേൾക്കാൻ. സത്യത്തിൽ അതാ വേണ്ടേ? വാനപ്രസ്ഥം എന്ന അവസ്ഥയിലേക്ക് കിടക്കണം. ഒന്നിനോടും യാതൊരുവിധ ബന്ധവുമില്ലാതെ മാറിയിരിക്കണമെന്ന്. നാല് ആശ്രമങ്ങളിൽ കൂടി കടന്നു പോകേണ്ട മനുഷ്യജന്മം നമ്മൾ 2 ആശ്രമത്തിലൊന്നും പോകുന്നില്ല. നമ്മൾ ബ്രഹ്മചര്യാശ്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ടൊക്കെ കാണിച്ചു കൂട്ടുക. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതിരിക്കുന്നതല്ല. ശ്രീകൃഷ്ണ പരമാത്മാവ് സബ്രഹ്മചാരി എന്നാണ് പറയുന്നത്. എത്രത്തിനെ കെട്ടി? 16,008 കൊണ്ട് നടന്നവനെ വിളിച്ച ബ്രഹ്മചാരിന്ന്. അപ്പൊ കല്യാണം കഴിക്കാതിരിക്കലല്ല ബ്രഹ്മചര്യം. കല്യാണം കഴിച്ചാലും സന്തതി ഉണ്ടായാലും ബ്രഹ്മചാരിയാവാം. ബ്രഹ്മചര്യം നിലനിർത്തിക്കൊണ്ട് തന്റെ സർവ ആശ്രമങ്ങളിൽ കൂടിയും കടന്നു പോവാം. ഗാർഹസ്ഥ്യത്തിൽ കൂടിയും ബ്രഹ്മചര്യം നിലനിർത്തിക്കൊണ്ട് പോവാം. പിന്നെന്താ ഈ ബ്രഹ്മചര്യാശ്രമം വിദ്യാഭ്യാസ കാലമായിട്ട് കളിക്കുന്നത്? ആ ബ്രഹ്മചര്യാശ്രമം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ആ ബ്രഹ്മചര്യ ആശ്രമത്തില് ഈശ്വര ധ്യാനം ചെയ്ത് ഈശ്വരനെ അറിഞ്ഞ് അനുഭവിച്ചതിന് ശേഷമേ ഗാർഹസ്ഥ്യാശ്രമത്തിലേക്ക് കടക്കാവൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? ഗാർഹസ്ഥ്യാശ്രമവും കലങ്ങിപ്പോവും. ധർമ്മം അറിയാത്തവൻ ഗൃഹസ്ഥനായാൽ ആ ഗാർഹസ്ഥ്യ ധർമ്മം പാലിക്കാൻ പറ്റാതെ വരും. അങ്ങനെ ആ ബ്രഹ്മചര്യാശ്രമവും ഗാർഹസ്ഥ്യവും പിഴച്ചു പോകുമ്പോഴാണ് വാനപ്രസ്ഥനായിട്ട് പോകാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ വാനപ്രസ്ഥം പിഴച്ചു പോവുകയോ ചെയ്യുക. അങ്ങനെയുള്ളവൻ സന്യാസിയായാൽ അതും പിഴയ്ക്കും. സന്യാസം എന്ന് പറയുന്നത് പ്രേമനൈരാശ്യം വരുമ്പോഴോ ഭാര്യ അടിച്ച് പുറത്താക്കുമ്പോഴോ മക്കൾ ചവിട്ടി പുറത്താക്കുമ്പോഴോ എടുത്തുകൊടുക്കുന്ന കാഷായത്തിന്റെ പേരല്ല സന്യാസം. സമ്യക്കായിട്ട് രസിക്കാൻ കഴിയണം. സർവത്തിനെയും ഏകമായി കാണാൻ കഴിയണം. സന്യാസം മനസ്സിനുണ്ടാവേണ്ടതാണ്, അല്ലാതെ ശരീരത്തിനുണ്ടാവേണ്ടതല്ല, വേഷത്തിലുണ്ടാവേണ്ടതല്ല. സന്യാസം കാവ്യം എടുത്തുകൊണ്ട് സന്യാസിയാവില്ല. മനസ്സുകൊണ്ട് സന്യസിക്കണം. അപ്പോഴാണ് സന്യാസം ശ്രേഷ്ഠതമമാകുക, പൂർണ്ണമാകുക. മനസ്സിലാകുന്നുണ്ടോ? താടിയും മുടിയും വളർത്തിയതുകൊണ്ടോ ജട പിടിപ്പിച്ചതുകൊണ്ടോ മുരിങ്ങക്കോല് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ കുളിച്ച് ചെയ്യാതിരുന്നാൽ മതി, മുരിങ്ങക്കോല് തലേ വരും. അല്ലെ പിന്നെ രാമായണത്തിൽ പറഞ്ഞ വട്ടവൃക്ഷത്തിന്റെ കർണ തലേ തൂത്താൽ മതി, വരും. പണിയൊക്കെ ഉണ്ട്. അല്ലെ ഭസ്മം കുഴച്ച് തേച്ചിട്ട് അതിലൊന്നും അല്ല കാര്യം. എന്തോ ഉണ്ടായാലും മനസ്സ് നശിക്കപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല. സന്യസിക്കേണ്ടത് മനസ്സാണ്.
പിന്നെ എന്തിനാ കാവ്യം കൊടുക്കണേ? അത് മറ്റുള്ളവർക്ക് സൂചനയാണ്. ഞാൻ സർവസ്വവും ത്യജിച്ചവനാണ്, അതുകൊണ്ട് മറ്റുള്ളതൊന്നും എന്നിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഞാൻ സന്യക്കായിട്ട് രസിച്ചവനാണ്, പ്രപഞ്ച വൈരാഗ്യം വന്നവനാണ്, ആത്മജ്ഞാനം നേടിയവനാണ്, ഞാൻ ആത്മാവിലേക്ക് ഉൾവലിഞ്ഞവനാണ്, അതുകൊണ്ട് എന്നേക്ക് അടുത്തിലേക്ക് വേറെ ഒന്നിനും വരരുത്, ഞാൻ അഗ്നി പോലെ ശുദ്ധനാണ് എന്ന് ബോധിപ്പിക്കലാണ് കാഷായ വസ്ത്രം കാണിക്കുന്നത്. അതിനെ കൊടുക്കണേ. ചട്ടമ്പി സ്വാമികൾ എത്ര കാഷായം കൊടുത്തു? അന്ന് ഞങ്ങളില്ലാതെ സ്വാമി അതിലെന്തോ കൊടുത്തെന്ന് കണ്ടിട്ടില്ല. അദ്ദേഹം വെള്ള വസ്ത്രം ധരിച്ചിരുന്നത്, ശ്രീനാരായണ ഗുരുദേവൻ വെള്ള വസ്ത്രം കൊടുത്തിരുന്നത്. എൻ്റെ അറിവ് ശരിയാണെന്ന് കേട്ടെ, എൻ്റെ അറിവിൽ അവർ രണ്ടുപേരും വെള്ള വസ്ത്രം, അവർ കാഷായം കൊടുത്തായിട്ട് പറയണതേ ഇല്ല. സംശുദ്ധതയുടേതായ വെള്ളം, സംശുദ്ധി. വെള്ളം ഇട്ടാൽ മാത്രം പോരാ, ഉടുത്താൽ മാത്രം പോരാ, അതായത് ശുദ്ധി അവിടെ ഉണ്ടാവണം. തൻ്റെ ഉള്ള എത്രമാത്രം ശുദ്ധമാണോ അതിൻ്റെ പ്രതീകമാ വസ്ത്രം. നമ്മുടെ സ്വഭാവത്തെയും സംസ്കാരത്തെയും നമ്മുടെ ഉള്ളിനെയും ഒക്കെ കാണിക്കുന്നതാണ് നമ്മുടെ വസ്ത്രത്തിന്റെ ഉപയോഗ രീതി. ഇതിനാ വെടിപ്പുള്ള വസ്ത്രം ഇട്ട് കൊടുത്തിട്ട് നടക്കണേ. ഇപ്പോ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ലുലുമാലോട്ട് കയറുന്ന എന്നെ കയറ്റുമോ? സെക്യൂരിറ്റി അവിടെ ഇല്ലേ? ഒരു തൂട്ട് കൂട്ടുമൊക്കെ ചെന്നാലോ സല്യൂട്ടും തന്നിട്ട് കയറ്റും. എന്താ കാരണം? ആ വസ്ത്രത്തിലുണ്ടായ വ്യത്യാസം. ഓരോ ഇടത്തും അണിയേണ്ടതായ വസ്ത്രത്തിന്റെ വ്യത്യാസം, അത് നമ്മുടെ ഡീസൻസിയെ കാണിക്കുന്നതാണ്. ഓരോ ഇടത്തും ചെല്ലുമ്പോൾ അതിന് തക്കതായ വസ്ത്രധാരണം ഇല്ലെങ്കിൽ, ഇപ്പൊ ഞാനിവിടെ സൂട്ടും കോട്ടും കൊണ്ട് വന്നിരുന്നാലോ, ഞാൻ നല്ലൊരു സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് നല്ലൊരു ഇതൊക്കെ വെച്ച് ഇവിടെ വന്നിരുന്നാൽ നിങ്ങളെന്താ പറയും? അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇപ്പൊ ഈയിടെയായിട്ട് തുടങ്ങിയതാണെന്ന് പറയും ഇല്ലേ? എന്താ കാരണം? ഇവിടെ ഇരിക്കാൻ ആ സൂട്ടും കോട്ടും യോഗ്യമല്ല. എന്നാൽ നോർത്ത് ഇന്ത്യയിലേക്ക് എന്നാലോ അവിടെ ഒന്നൊരു വിഷയമല്ല. അവർ ഷർട്ടും ഒക്കെ ഇട്ട് അവരിന്ന് ഭഗവത് കഥകൾ പറയാം. അവർ കിരീടമൊക്കെ വെച്ചിട്ടാണ് അവർ കഥകൾ പറയാം. അപ്പൊ അവരെ കാണുന്ന ആ തരത്തിൽ, അവിടെ ഗുരുക്കന്മാരെ കാണുന്ന ആ തരത്തിലാണ്. ഭഗവത് കഥ പറയാൻ വരുന്നതിനെ വെറും ഒന്നും പറഞ്ഞല്ല കാണുന്നത്. അവരെ ആ സാക്ഷാൽ ഈശ്വരനായി കണ്ടുകൊണ്ട് അവിടെ ആദരിക്കുന്നത്. അതെനിക്ക് വലിയൊരു അനുഭവമാണ്. നമ്മുടെ ഭോപ്പാലിൽ ഒരു സപ്താഹത്തിന് ചെന്നപ്പോൾ അവിടുത്തെ ഒരു MP MLA കൂടെ യജ്ഞവേദി വന്നിരുന്നു, ഒരു നവാഹാരം. അപ്പോൾ അവർ വന്നപ്പോൾ അവർക്ക് ഇരിക്കാൻ പ്രത്യേകം അവിടെ ഒരു ഇച്ചിരി പൊക്കത്തിലൊരു സീറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ അവർ പ്രഭാഷണം എല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു. അവർ MP പറഞ്ഞൊരു വാക്കുണ്ട്, പണ്ഡിറ്റ്ജിയുടെ മുമ്പിൽ ഇരിക്കാനുള്ള യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ല ഇത്രയും പൊക്കത്തിൽ. അത് പൊക്കത്തിലിരിക്കേണ്ടവൻ പണ്ഡിറ്റ്ജി, അതുകൊണ്ട് ഞങ്ങൾ താഴെ ഇരുന്നോളാം. സാധാരണയൊക്കെ ശ്രോതാക്കളായിട്ടുള്ളവരുടെ കൂടെ അവിടെ കയറിയിരുന്നു. നമ്മളാണ് എന്തോ ചെയ്തല്ലേ, പറ്റുന്നെങ്കിൽ ഒന്ന് കയറിയിരുന്ന് കാലും പൊക്കി വെച്ച് അവിടെ ഇരുന്നിരുന്നു ഇല്ലേ? അവനേക്കാൾ മൂത്തത് ഞാൻ, അതുകൊണ്ട് ഞാൻ അങ്ങനെ വേണം ഇരിക്കാനെന്ന് നമ്മളങ്ങനെ. കാരണം നമുക്കറിയില്ല ഇതിന്റെ ഭാഗവതത്തിന്റെ മഹത്വം അറിയില്ല, അത് പറയാൻ വരുന്നവന്റെ മഹത്വം അറിയില്ല, നമുക്കൊന്നും അറിയില്ല. എന്നിട്ട് നമ്മൾ സർവജ്ഞ പീഠം കയറിയിട്ട് നടക്കുക. ആദരിക്കേണ്ടവരെ ആദരിക്കാനോ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനോ ഒന്നും നമുക്കറിയില്ല. നമുക്കതിനെ കുറിച്ച് വലിയ ബോധമില്ലാത്ത എൻ്റെ ചിന്തയാണ്. നമുക്ക് ആ ബോധം കുറവുണ്ട്. എങ്ങനെ വേണം ആ ഒരു ഈശ്വരീയമായ സങ്കല്പത്തിൽ നാളിനോട് എങ്ങനെ വേണം എന്നുള്ള ബോധമില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്.